നമസ്കാരം, ട്രാവൽ ഫുഡി ടോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വെറൈറ്റി റെസിപ്പിയാണ്. വെറൈറ്റി പറയാൻ കാരണം അതെൻ്റെ വല്യമ്മച്ചിയുടെ സ്വന്തം റെസിപ്പിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇൻട്രോ എടുത്ത് ഞാൻ ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ബീഫ് ചാപ്സ് ആണ്. അപ്പോൾ ഈ ബീഫ് ചാപ്സിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സ് ആയിട്ട് ഞാൻ 1 മിനിറ്റ് വീഡിയോ ആയിട്ട് ആദ്യം അപ്ലോഡ് ചെയ്തിട്ടായിരുന്നു. അതിന് നല്ല രീതിയിൽ തന്നെ റീച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് സ്പീഡായിട്ടാണ് നിങ്ങൾ പറയണത്, ഞങ്ങൾക്ക് വൃത്തിയായിട്ട് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാനിത് 3 മിനിറ്റിനുള്ളിലാക്കി ഞാൻ റെസിപ്പി ചെയ്യുകയാണ്. അപ്പോൾ ബീഫ് ചാപ്സ് ഉണ്ടാക്കാൻ താല്പര്യമുള്ള, അപ്പോൾ ഇതുവരെ കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ മൊത്തമായിട്ട് കാണാൻ നിങ്ങൾ സുഖമായിട്ട് സുന്ദരമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ബീഫ് ചാപ്സ്. അപ്പോൾ എൻ്റെ വലിയ റെസിപ്പി ആയതുകൊണ്ട് തന്നെ അത് വെറൈറ്റി റെസിപ്പി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ നമുക്ക് ബീഫ് ചാപ്സിനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു മീഡിയം സൈസുള്ള പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ബീഫ് കുക്കറിൽ വേവിക്കുന്നതിന് വേണ്ടി നമ്മൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ടും കുറച്ച് ഉപ്പും 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി ഞാൻ 10 മിനിറ്റ് വെച്ചു. എന്നിട്ട് അതിനെ ഞാൻ കുക്കറിലേക്ക് മാറ്റി. എന്നിട്ട് അതിനൊരു 85% വേവിച്ചെടുക്കണം. ഇപ്പോൾ 85% എനിക്ക് പറയുമ്പോൾ ഒരു 4 വിസിലോളമായി എനിക്ക് കുക്കറിൽ അടിച്ചു. ഓരോ ബീഫിനും ഓരോ രീതിയിലാണ് വേവ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളത് സെറ്റ് ചെയ്യുക. അവർ 80% വെന്ത് കഴിയുമ്പോൾ നമ്മൾ ആ കുക്കർ അടുപ്പിൽ നിന്ന് മാറ്റണം. എന്നിട്ടൊന്ന് തുറന്നു നോക്കുമ്പോൾ എൻ്റെ ബീഫൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിന് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യാനുള്ളത് കൊണ്ടാണ് നമ്മൾ നേരത്തെ ബീഫ് ഒരു മീഡിയം സൈസായിട്ടാണ് നമ്മൾ വേവിച്ചെടുത്തത്. അപ്പോൾ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി ബീഫ് എടുത്ത് മാറ്റി വെക്കണം. അങ്ങനെ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തത്. ഒരു സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ബീഫ് ചാപ്സ് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യമായിട്ട് തന്നെ ചൂടായ ഉരുളിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ആ വെളിച്ചെണ്ണയുടെ അളവൊക്കെ എല്ലാത്തിൻ്റെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നോക്കിയാൽ മതി. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തു. അപ്പോൾ കടുകൊക്കെ പൊട്ടിയ ശേഷം അതിലേക്ക് ഞാൻ 3 സവോള നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു ചെറിയുള്ളി ചേർക്കുന്നുണ്ട്. 10 ചെറിയുള്ളിയാണ് ചേർക്കുന്നത്. അപ്പോൾ സവോള കൂടുതൽ എടുക്കുകയാണെങ്കിൽ ചെറിയുള്ളി കുറച്ചെടുത്താൽ മതി. ഇനി അതിലേക്ക് 4 നീളത്തിലരിഞ്ഞ പച്ചമുളകും ചെറുതായിട്ടരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ആവശ്യത്തിന് ഉപ്പും കരിവേപ്പിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മൾ ഉള്ളി ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളിയൊക്കെ വരുന്ന ഈ പരുവാകുമ്പോൾ നമ്മൾ അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ അതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിയിലേട്ടൊക്കെ ഈ മസാല നന്നായിട്ട് പിടിക്കും. ആ ഉള്ളി മസാലയൊക്കെ നന്നായിട്ട് ചേർന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ 1 കപ്പ് തേങ്ങയുടെ 2-ാം പാല് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ബീഫ് വേവിച്ച വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. 1 കപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കുക. അപ്പോൾ തിള വന്ന് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ ആ ബീഫ് ആ ചാറായിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ബീഫ് ഒരു 80% വെന്തത് കൊണ്ട് ഒരു 5 മിനിറ്റ് വെക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഉരുളി അടച്ചിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ. അങ്ങനെ നമ്മുടെ ബീഫ് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ നമ്മളൊന്ന് വേവിച്ചെടുത്തു. എന്നിട്ട് ആ ഉരുളിയുടെ അടപ്പ് മാറ്റുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് സീൻ കിട്ടുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ മേളിലേക്ക് തേങ്ങയുടെ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ തേങ്ങയുടെ 1-ാം പാൽ ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, തീ ഓഫ് ചെയ്തിട്ട് വേണം പാൽ ഒഴിക്കാൻ, ഇല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ തേങ്ങയുടെ 1-ാം പാലും ഒഴിച്ച് എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മേളിലേക്ക് കുറച്ച് കരിവേപ്പിലയും ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ വല്യമ്മച്ചിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ബീഫ് ചാപ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ബീഫ് ചാപ്സ് കഴിക്കാത്തവരോ ഉണ്ടാക്കി നോക്കാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ കണ്ട ശേഷം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് സെക്ഷനിൽ അറിയിക്കും. അപ്പോൾ ഇതുപോലത്തെ കിഡിലൻ റെസിപ്പി വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ട്രാവൽ ഫുഡി ടോം സബ്സ്ക്രൈബ് ചെയ്യൂ. ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഈസി റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ബൈ ഫ്രം ട്രാവൽ ഫുഡി ടോം.